ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞ അതേ പൗലോസ് തന്നെയാണ് എഫേസ്യ ലേഖനത്തിൽ രേഖപ്പെടുത്തുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുക. ഒരു വൈരുദ്ധ്യം തോന്നുന്നു. പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു ദൈവവൈതൽ എങ്ങനെയാണ് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ കഴിയുന്നത്? ഇത് തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ആണോ, അതോ ഇത് തമ്മിൽ അന്യോന്യമായി ഉള്ള ചില ചിന്തകൾ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഒരാശയം രൂപപ്പെട്ടു വരുമോ? നാം ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, ഇതൊരു വൈരുദ്ധ്യമല്ല, ഇത് സഹായകരമാകുന്ന ചില ചിന്തകളാണ്. ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയായി തീരുന്നു. പുതിയ സൃഷ്ടിയായി തീരുന്നത് എവിടെയാണ്? അവന്റെ ആത്മാവിലാണ് അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നത്. പുതിയ സൃഷ്ടിയായി അവൻ ആത്മാവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ ആത്മാവിൽ വന്ന് അവന്റെ ആത്മാവിനെ പുതിയ സൃഷ്ടിയാക്കുന്നു. അത് തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ആ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, ആ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് എന്ന് പറയുന്നത് റിന്യൂഡ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് യുവർ മൈൻഡ്. മൈൻഡിന്റെ റിന്യൂവലിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ പൂർണ്ണമല്ല, ഉള്ളിലെ ആത്മാവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മനസ്സിന്റെ റിന്യൂവലിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. NLT ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ലെറ്റ് ദ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് റിന്യൂ യുവർ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അത് മൈൻഡാണ്. മൈൻഡിൽ രൂപാന്തരമുണ്ടായി നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ന്യൂ ക്രിയേഷൻ ആയി തീർന്നപ്പോൾ, നിങ്ങൾ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ, നിങ്ങളുടെ ആത്മാവിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളുടെ ആത്മാവിനെ പുതിയ സൃഷ്ടിയാക്കിയപ്പോൾ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച റോ മെറ്റീരിയൽ എന്താണ്? നീതിയും വിശുദ്ധിയും. നീതി, വിശുദ്ധി, ഈ രണ്ട് റോ മെറ്റീരിയൽ കൊണ്ടാണ് ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നത്. ആത്മാവിനെ നീതിയിലും വിശുദ്ധിയിലും, വിശുദ്ധി കൊണ്ടും നീതി കൊണ്ടുമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ വീണ്ടും സൃഷ്ടിച്ചത്, ആത്മാവിന് വീണ്ടും ജീവൻ നൽകിയത്. ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നു. ആത്മാവ് പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ ആത്മാവിൽ നടന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? 100% നിങ്ങൾ നീതിമാൻ, 100% നിങ്ങൾ വിശുദ്ധൻ. ഈ ആത്മാവിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് മരണമില്ലാത്ത ജീവനാണ്, എവർലാസ്റ്റിംഗ് ലൈഫാണ്, ഇറ്റേണൽ ലൈഫാണ്. ആ ഇറ്റേണൽ ലൈഫ് ആരുടെ ലൈഫാണ്? യേശുവിന്റെ ജീവനാണ്, ക്രിസ്തുവിന്റെ ജീവനാണ്, നിത്യജീവനാണ്. ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്, ദൈവത്തിന്റെ ജീവൻ പോലെയുള്ള ജീവനാണ് നിങ്ങളുടെ ആത്മാവിൽ ലഭിച്ചിരിക്കുന്നത്. ആത്മാവിൽ നിങ്ങൾ 100% നീതിമാന്മാരായിരിക്കുന്നു. ആത്മാവിൽ നിങ്ങൾ 100% വിശുദ്ധരായിരിക്കുന്നു. ആത്മാവിൽ നിങ്ങൾ യേശുവിന്റെ ജീവൻ വഹിക്കുകയാണ്. ശരീരത്തിൽ എന്തെങ്കിലും കേടുകൾ ഉള്ളവരുണ്ടെങ്കിൽ, രോഗമുള്ളവരുണ്ടെങ്കിൽ സൗഖ്യം തേടി നിങ്ങൾ ദൂരെയെങ്ങും പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആത്മാവിൽ തന്നെ രോഗമില്ലാത്ത യേശുവിന്റെ ജീവനുണ്ട്. ആ യേശുവിന്റെ ജീവനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ കഴിയും. ആ ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിളിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നതാണ്. ആമേൻ. നിങ്ങൾക്ക് അവിടെ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് യേശുവിന്റെ ജീവനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ശരീരത്തിലെ രോഗബന്ധനങ്ങളെ നിങ്ങൾക്ക് തകർക്കാം. ആമേൻ. വിശുദ്ധി, നീതി, ഈ റോ മെറ്റീരിയൽ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആത്മമനുഷ്യൻ, പുതിയ സൃഷ്ടി, പുതുമനുഷ്യൻ. ആ പുതുമനുഷ്യൻ ആത്മാവിൽ നിങ്ങൾ പുതിയ മനുഷ്യനായിരിക്കുമ്പോൾ, പുതിയ സൃഷ്ടിയായിരിക്കുമ്പോൾ, ന്യൂ ക്രിയേഷൻ ായിരിക്കുമ്പോൾ, ഇവിടെ പൗലോസ് വീണ്ടും പറയുകയാണ്, പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക. അപ്പോൾ എവിടെയാണ് ഇപ്പോഴും പഴയത് ശേഷിക്കുന്നത്? ആത്മാവിൽ ന്യൂ ക്രിയേഷൻ ആയിരിക്കുന്ന നമ്മുടെ മേൽ ഇപ്പോൾ പഴയത് എവിടെയാണ് ശേഷിക്കുന്നത്? നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. 2 മേഖല. ഒന്ന് നമ്മുടെ പ്രാണന്റെ മേഖല, 2 നമ്മുടെ ശരീരത്തിന്റെ മേഖല. ഇവിടെ പഴയത് തുടരുന്നുണ്ട്. ആ പഴയത് ഈ 2 മേഖലയിൽ തുടരുന്നതിനാൽ, ഈ 2 മേഖലയിൽ തുടരുന്ന പഴയതിനെ മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ സഹകരണം ആവശ്യമാണ്. നമ്മുടെ
നമ്മുടെ സഹകരണം കൂടാതെ പരിശുദ്ധാത്മാവിന് അത് ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുക എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്ത് അത് പരിശുദ്ധാത്മാവാണ് ആ റിന്യൂവൽ ചെയ്യുന്നത്. ആ റിന്യൂവൽ ചെയ്യുന്ന സന്ദർഭത്തിൽ നാം പരിശുദ്ധാത്മാവിനോട് സഹകരിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സഹകരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആത്മാവിന് റിന്യൂവൽ സംഭവിക്കുവാനിട വരുന്നത്, മാറ്റം സംഭവിക്കുവാനിട വരുന്നത്. അതാണ് പൗലോസ് പറയുന്നത്. ശരിയാണ്, നിങ്ങൾ ആത്മാവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു, പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിന് മാറ്റം വരുവാൻ നിങ്ങൾ സഹകരിക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ നിങ്ങൾ സഹകരിക്കുന്നില്ല. അത് നിങ്ങളിൽ തുടരുന്നതിനാൽ ആ പഴയ മനുഷ്യന്റെ സ്വാധീനം നിങ്ങളിൽ മേൽക്കോയ്മ വരുത്തുവാൻ ഇടവരാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ തന്നെ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുക. വിശുദ്ധിയും നീതിയും സത്യവും നിറഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കുക. ഈ ഭാഗങ്ങൾക്ക് തൊട്ടു താഴെയാണ് 25 മുതലുള്ള വാക്യങ്ങളിലെ പല നിർദ്ദേശങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. ഭോഷ്ക് ഉപേക്ഷിക്കുക, അഥവാ നിങ്ങൾ ആത്മാവിൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ആ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്ന നിങ്ങൾ തന്നെ മനഃപൂർവമായിട്ട് ആ പുതിയ സൃഷ്ടിയുടെ ഗുണമേന്മകൾ നിങ്ങളിലൂടെ പുറപ്പെടുവിക്കണം. ഭോഷ്ക് പറയുന്നതായിരുന്നു പഴയ മനുഷ്യൻ. മനഃപൂർവമായിട്ട് ഇപ്പോഴും ആ സ്വാധീനം നിങ്ങളിൽ ചെലുത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ തന്നെ അതിനെ ഉരിഞ്ഞു മാറ്റിയിട്ട് സത്യം സംസാരിക്കണം. പഴയ മനുഷ്യൻ കോപിക്കുന്നവനായിരുന്നു. അതാണ് തൊട്ടു താഴെ പറഞ്ഞിരിക്കുന്നത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിക്കുന്നവനായിരുന്നു. എന്നാൽ അതിനെ നിങ്ങൾ ഉരിഞ്ഞു മാറ്റണം. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അതിനുള്ള കെൽപ്പ് തരുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള പുതിയ മനുഷ്യനെ നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും ആ പുതുമനുഷ്യന്റെ സാച്ചുറേഷൻ ഉണ്ടാകുവാനിടവരും. 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു ദീർഘമാകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് ഗ്രഹിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ പ്രാണനിലും ശരീരത്തിലും മാറ്റങ്ങൾ ആവശ്യമാണ്. ഇതാണ് മനുഷ്യൻ നേരിടുന്ന ഒരു സംഘർഷം. വിശ്വാസത്തിൽ വന്നതിന് ശേഷവും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സംഘർഷം. വചനപ്രകാരം അവർ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. എന്നാൽ പുതിയ സൃഷ്ടിയായിരിക്കുന്ന അവരുടെ പ്രാണനിലും ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കുന്നതിനാൽ ഇപ്പോഴും ആ പഴയ മനുഷ്യന്റെ ചില സ്വഭാവങ്ങൾ അവരിലൂടെ പുറത്തു വരികയാണ്. ആ പഴയ മനുഷ്യന്റെ രീതികൾ അവരിലൂടെ പുറത്തു വരികയാണ്. എന്നാൽ ഈ സത്യം, ഈ വചന സത്യം മനസ്സിലാക്കി നമ്മുടെ പ്രാണനെ മാറ്റുവാൻ, പ്രാണന് രൂപാന്തരീകരണം, ശരീരത്തിന് മാറ്റം, ഇവയ്ക്ക് വേണ്ടി ഒരാൾ തയ്യാറാകുകയാണ് എങ്കിൽ ആ വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന, ആ വ്യക്തിയിൽ സജീവമായിരിക്കുന്ന ആത്മമനുഷ്യൻ, ന്യൂ ക്രിയേഷൻ അവനിലൂടെ പ്രകടമാകുവാനിടവരും. ആമേൻ. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത്. പ്രഥമമായിട്ട് ഞാൻ ശരീരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ്. ആമേൻ, ആമേൻ. നിങ്ങൾ പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ആ പഴയ ശരീരം തന്നെയാണ് തുടരുന്നത്. നിങ്ങളുടെ കണ്ണു മാറിയില്ല, നിങ്ങളുടെ മൂക്ക് മാറിയില്ല, നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് മാറിയില്ല, പഴയ മനുഷ്യൻ തന്നെയാണ്. അതാണ് ആത്മാവിലാണ് നിങ്ങൾ പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായി തീർന്നത്. നിങ്ങളുടെ ശരീരം അതേ പഴയ ശരീരത്തിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. ആ ശരീരത്തെ ക്രമത്തിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഓർഡർ. ആ ശരീരത്തെ മാറ്റുക എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഷേപ്പ് മാറ്റുക എന്നതല്ല അർത്ഥമാക്കുന്നത്. അതിനെ ഓർഡറിലേക്ക് കൊണ്ടുവരിക, ക്രമത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ശരീരത്തെക്കുറിച്ച് പല പരാമർശങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് തന്നെ മനസ്സിലാക്കുക, ഈ ശരീരം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനോഹരമാകുന്ന ഒരു മന്ദിരമാകുന്നു. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട വളരെ മനോഹരമാകുന്ന ഒരു മന്ദിരമാകുന്ന ഒരു നല്ല വീടാകുന്നു ഈ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും ശരീരത്തെ വെറുക്കരുത്. 1-ാം നൂറ്റാണ്ടിൽ ആ സമയത്ത് ശരീരത്തെ വെറുക്കുന്നവരുണ്ടായിരുന്നു, വസ്തുക്കളെ വെറുക്കുന്നവരുണ്ടായിരുന്നു. ആത്മാവ് മാത്രം വിശുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ വെറുക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ ശരീരത്തെ ആരും വെറുക്കരുത്. ഈ ശരീരം ദൈവം ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി വളരെ മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് മനോഹരമാകുന്ന ദൈവത്തിന്റെ ഒരു മന്ദിരമാകുന്നു. ഈ ശരീരത്തെ കുറിച്ചുള്ള പല പരാമർശങ്ങൾ നിങ്ങൾക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. 2 കൊരിന്ത്യർ
അതിന്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ് എങ്കിൽ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ശരീരത്തിന് 2 പേരുകൾ കൊടുത്തിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഒന്ന്, ശരീരത്തെ കൂടാരം എന്ന് വിളിച്ചിരിക്കുന്നു. 2, ഭൗമഭവനം എന്ന് വിളിച്ചിരിക്കുന്നു. എർത്ത്ലി ഹൗസ് എന്ന് വിളിച്ചിരിക്കുന്നു. കൂടാരം, ടെന്റ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പിണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. 2 പേരുകൾ അവിടെ ശ്രദ്ധിക്കുക. 1-ാമത്തെ പേര് കൂടാരം. ഇതൊരു ടെന്റ് ആണ്, ഇതൊരു വീടാണ്. നാം പെർമനന്റ് ആയിട്ട് ഇതിനകത്ത് പാർക്കുവാൻ പോകുന്നില്ല. അല്പകാലം ഇതിനകത്ത് പാർക്കും, ഏറിയാൽ 90 വർഷം. അതിനുശേഷം നാം ഈ വീട് വിട്ടതിന് ശേഷം നമ്മുടെ നിത്യ ഭവനത്തിലേക്ക് പോകുവാൻ ഇടവരും. Praise the Lord. ഇതൊരു കൂടാരമാകുന്നു. ഇതൊരു കൂടാരമാകുന്നു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു ആത്മാവാകുന്നു, നിങ്ങൾക്കൊരു മനസ്സുണ്ട്. നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു വീട്ടിൽ, ഒരു കൂടാരത്തിൽ പാർക്കുകയാണ്. ഈ കൂടാരം വിട്ടുപോകേണ്ട ഒരു ദിവസം വരും. ആ പഴയ നിയമത്തിൽ നമുക്ക് കൂടാരത്തെ, സമാഗമന കൂടാരത്തെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ കൂടാരം തന്നെ മാറ്റിയടിക്കുന്നതായിരുന്നു. ദൈവത്തിന്റെ മഹിമ കൂടാരത്തിന്റെ മുകളിൽ നിന്ന് മാറുമ്പോൾ, നീങ്ങുമ്പോൾ, അടുത്ത ഇടത്തേക്ക് പോകുമ്പോൾ കൂടാരം അവിടുന്ന് മാറ്റിയടിക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഒരു ദിവസം വരും, നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു ദിവസം. ആ ദിവസം നാം ഈ കൂടാരം വിട്ടതിന് ശേഷമായിട്ട് നമ്മുടെ നിത്യ ഭവനത്തിലേക്ക് പോകും. കേവലം ഈ കൂടാരത്തിന് വേണ്ടി മാത്രം ആരും ജീവിക്കരുത്. ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ളവരായി നിങ്ങൾ ജീവിക്കണം. ഈ കൂടാരത്തെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മാവിന് പാർക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അത്രമാത്രം. ഈ കൂടാരത്തിന് അതിലധികമാകുന്ന ഗൗരവം കൊടുക്കരുത്. ഇതൊരു കൂടാരമാകുന്നു. ഇവിടെ നാം സ്ഥിരമായി പാർക്കുവാൻ പോകുന്നില്ല. 2-ാമത് പറഞ്ഞിരിക്കുന്നത് ഒരു എർത്ത്ലി ഹോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? മണ്ണുകൊണ്ട്, അതിന്റെ ആ ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇതൊരു എർത്ത്ലി ഹോം ആണ്. ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഭവനമാണ്. എന്താണ് ഇതിന്റെ റോ മെറ്റീരിയൽ? നാം ഇപ്പോൾ കേൾക്കുവാനിടയായി, ആത്മാവിനെ പരിശുദ്ധാത്മാവ് ന്യൂ ക്രിയേഷൻ ആക്കിയപ്പോൾ റോ മെറ്റീരിയൽ എന്തായിരുന്നു? റൈറ്റ്യസ്നസ് ആൻഡ് ഹോളിനെസ്, നീതിയും വിശുദ്ധിയുമായിരുന്നു. എന്നാൽ ഈ ശരീരത്തിന്റെ റോ മെറ്റീരിയൽ എന്താണെന്ന് അറിയാമോ? ഈ ശരീരത്തിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നിലത്തെ പൊടിയാണ്. ആ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയാകുന്ന ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. സ്വർഗത്തിലെ മണ്ണ് ഉപയോഗിച്ചല്ല ദൈവം മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചത്. നിലത്തെ, ഭൂമിയിലെ മണ്ണുപയോഗിച്ചാണ് ദൈവം മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചത്. മണ്ണ് ഈ ശരീരത്തിലുണ്ട്. സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. പൊടി ഈ ശരീരത്തിലുണ്ട്. പൊടി ഒരുപാട് പ്രകടമാകരുത്. പൊടിയെ കവർ ചെയ്യുന്ന ഗ്ലോറി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. പൊടി പുറത്ത് കാണരുത്. പൊടി പുറത്ത് കണ്ട കുഴപ്പമാണ്. പൊടിയെ മൂടുന്ന എവർ ഇൻക്രീസിംഗ് ഗ്ലോറി നിങ്ങളുടെ ശരീരത്തെ മൂടേണ്ടത് ആവശ്യമാണ്. പൊടി പുറത്ത് കാണുകയാണെങ്കിൽ ഉണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്, നിങ്ങൾ പാമ്പിനെ ദൈവം ശപിക്കുന്ന സന്ദർഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പാമ്പിനെ ദൈവം ശപിക്കുകയാണ്. ഈ പാമ്പ് ഏദൻ തോട്ടത്തിൽ ആദ്യം കടന്നു വന്ന ഹൗവയുടെ അരികിൽ വന്ന ഒരു ഇഴജന്തു. അത് അന്ന് ഇഴജന്തു ആയിരുന്നു, അറിയില്ല. അന്ന് നടന്നു വന്നെന്ന് കരുതുക. എന്തായാലും പട്ടി പോലെ, പൂച്ച പോലെ മനുഷ്യന്റെ ഒരു പെറ്റായി തീരേണ്ടതായിരുന്നു പാമ്പ്. ഈ നിലയിൽ പാമ്പിനെ പിശാച് അന്ന് ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ വീടുകളിൽ പാമ്പിനെ വളർത്തുമായിരുന്നു. എന്നാൽ അന്ന് പാമ്പിനെ പിശാച് ഉപയോഗിച്ചതോടുകൂടെ, പാമ്പിന്റെ സ്വാധീനത്തിൽ പിശാച് പാമ്പിനെ ഉപയോഗിച്ച് അന്ന് ആ ആദിമ ദമ്പതികളെ ആക്രമിക്കുവാൻ ഇടവന്നതോടുകൂടെ ദൈവം പാമ്പിനെ ശപിക്കുവാനിടയായി. ആ ശാപത്തിൽ നിന്നാണ് പാമ്പ് ഇന്നൊരു ടെററൈസ് ചെയ്യുന്ന ഒരു ഇടജന്തുവായി മാറിയിരിക്കുന്നത്, ഒരു ഭീകരനായി മാറിയിരിക്കുന്നത്, നമുക്ക് വെറുപ്പുളവാകുന്ന ഒരു ജന്തുവായി മാറിയിരിക്കുന്നത്. ആ പാമ്പിനെ ദൈവം ശപിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഉരസുകൊണ്ട് ഗമിക്കും. നല്ല പുതിയ മലയാളം പറയുകയാണെങ്കിൽ, നിന്റെ വയറുകൊണ്ട് നീ ഇഴഞ്ഞു നടക്കുവാൻ ഇടവരും. നീ നിലത്തെ പൊടി തിന്നും. വയറുകൊണ്ട് നീ ഇഴഞ്ഞു നടക്കുവാൻ ഇടവരും. നീ എന്താണ് തിന്നുവാൻ പോകുന്നത്? നിലത്തെ പൊടി. പാമ്പിന്റെ ഇഷ്ടാഹാരം എന്താണെന്ന് അറിയാമോ? നിലത്തെ പൊടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അപകടകരം, സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പൊടി പുറത്തു കാണുകയാണെങ്കിൽ തിന്നാൻ ആള് വരും. തിന്നാൻ ആള് വരുന്നത് നിലത്തെ പൊടി തിന്നുന്നതിൽ രസിക്കുന്ന പാമ്പാണ്. അവന് അവസരം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കാതെ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ.
പൊടിയെ പ്രദർശിപ്പിക്കുവാൻ ഇടവരരുത്. പൊടിയെ നമുക്കിത് നീക്കിക്കളയാൻ ഒക്കത്തില്ല, പക്ഷേ നമുക്ക് പൊടിയെ കവർ ചെയ്യുവാൻ കഴിയും. ആരെ അതിനുവേണ്ടി നിങ്ങൾ സ്വീകരിക്കണം? യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കണം. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കാതെ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ. അങ്ങനെ നമുക്ക് പൊടിയെ മറയ്ക്കുവാൻ കഴിയും. പൊടിയെ പുറത്തു കാണുകയില്ല. പൊടിയുടെ സ്വാധീനങ്ങൾ, പൊടിയുടെ രീതികൾ പുറത്തു വെളിപ്പെടുവാൻ ഇടവരില്ല. എർത്ത് ഹോം ആകുന്നു എങ്കിൽ പോലും നാം ഇപ്പോൾ യേശുവിനാൽ മൂടപ്പെട്ടവരാകുന്നതിനാൽ സുരക്ഷിതമാകുന്ന, വിജയകരമാകുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയും. രണ്ടു പേരുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, കൂടാരം എന്ന് ശരീരത്തെ വിളിച്ചിരിക്കുന്നു. രണ്ട്, ഭൗമ ഭവനം എന്ന് ശരീരത്തെ വിളിച്ചിരിക്കുന്നു. മൂന്നാമതൊരു പേര് കൊരിന്ത്യ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ, ശരീരത്തെ എങ്ങനെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്? പുറമെയുള്ള മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നു. പുറമെയുള്ള മനുഷ്യൻ, പുറമെയുള്ള മനുഷ്യൻ എന്ന് വിളിച്ചിരിക്കുന്നതിനാൽ ഈ ശരീരത്തിന്റെ അകത്തെന്തുണ്ടെന്ന് വ്യക്തമാണ്. അകത്തൊരു മനുഷ്യനുണ്ട്. ഒരു ഔട്ടർ മാൻ ഉണ്ടെങ്കിൽ ഒരു ഇന്നർ മനുഷ്യനുണ്ട്. ഒരകത്തുള്ളൊരു മനുഷ്യനുണ്ട്, പുറമെയുള്ള മനുഷ്യൻ. പ്രിയമുള്ളവരെ, പുറമെയുള്ള മനുഷ്യന്റെ സൗന്ദര്യമല്ല വർദ്ധിക്കേണ്ടത്, അകമയുള്ള മനുഷ്യന്റെ സൗന്ദര്യമാണ് വർദ്ധിക്കേണ്ടത്. Praise the Lord. നിങ്ങൾ പത്രോസിന്റെ ലേഖനത്തിലേക്ക് പോവുകയാണെങ്കിൽ പത്രോസ് അത് പരാമർശിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 3-ാമത്തെ അധ്യായത്തില് അവിടെ ഗൂഢമനുഷ്യൻ, അകത്തെ മനുഷ്യനെ വിളിച്ചിരിക്കുന്നത് ഗൂഢമനുഷ്യൻ എന്നാണ്. 3-ാമത്തെ വാക്യം മുതൽ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല. പുറമെയുള്ള ആ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നതിലല്ല നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഈ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ ശരീരത്തെ ഭംഗിയായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ചിലർക്ക് അതൊരു ക്രേവിംഗ് ആയി മാറുന്നു. ഇതിനെ എങ്ങനെയെങ്കിലും മോടി പിടിപ്പിക്കുക. ഈ പുറത്തെ മനുഷ്യനെയല്ല മോടി പിടിപ്പിക്കേണ്ടത്, അകത്തെ മനുഷ്യനെ, ഗൂഢമനുഷ്യനെയാണ്, അതിന്റെ സൗന്ദര്യത്തെയാണ് വർദ്ധിപ്പിക്കേണ്ടത്. അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഏതിന്റെ സൗന്ദര്യമാണ് വർദ്ധിക്കേണ്ടത്? അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം. അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ ഇവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സൗമ്യതയും സാവധാനതയും എന്നുള്ള 2 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജെന്റിൽനെസ് ആൻഡ് ക്വയറ്റ്നെസ്. ഈ 2 കാര്യങ്ങളാണ്, ജെന്റിൽനെസ് ആൻഡ് ക്വയറ്റ്നെസ്. ഈ നിലയിൽ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാഹ്യമാകുന്ന പ്രകടനങ്ങളല്ല പ്രധാനപ്പെട്ടത്, ബാഹ്യമായുള്ളതൊന്നുമല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ അകത്തെ മനുഷ്യനെ നോക്കുന്നവനാണ് കർത്താവ്. അകത്തെ മനുഷ്യനില് മീക്നെസ് ഉണ്ടെങ്കിൽ, ജെന്റിൽനെസ് ഉണ്ടെങ്കിൽ, ക്വയറ്റ്നെസ് ഉണ്ടെങ്കിൽ, സ്വസ്ഥതയുണ്ടെങ്കിൽ, സാവധാനതയുണ്ടെങ്കിൽ, സൗമ്യതയുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് പ്രസാദകരമാണ്, ദൈവസന്നിധിയിൽ അത് വിലയേറിയതാണ്. അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. ആ ട്രാൻസ്ലേഷനും ഒന്നുകൂടെ റീകറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണോ? നിങ്ങളിൽ ചിലർ ഭയപ്പെടുന്നവരാണ് സ്ത്രീകൾ. ആ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഭർത്താവ് തെറ്റുകളിൽ വീടുമോ, ഭയം വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഭയവും ഭീഷണിയും. ചിലപ്പോൾ നിങ്ങൾക്ക് പലവിധമാകുന്ന ശത്രു തന്നെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. ഈ ഭീഷണിയും ഭയവും മാറണമെന്നുണ്ടെങ്കിൽ വളരെ ലളിതമാണ്. അകത്തെന്തുണ്ടാകണം? മീക്നെസ് ആൻഡ് ജെന്റിൽനെസ്. ആമേൻ. 2, ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക, ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. ഈ ഓർഡർ, ക്രമം ഭവനത്തിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ സഹോദരിമാരെ, നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. നിന്റെ ഭർത്താവ് എവിടെ പോകട്ടെ, ഉഗാണ്ടായി പോകട്ടെ, ലങ്കയിൽ പോകട്ടെ, അവനെ സംരക്ഷിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ ഉണ്ടാകും. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനേകം കുടുംബങ്ങളിൽ ഈ ഓർഡർ ഇല്ലാത്തതിനാൽ, ക്രമമില്ലാത്തതിനാൽ കുടുംബങ്ങൾ ശിഥിലമായി പോകുകയാണ്. കുടുംബങ്ങൾ അനുഭവിക്കേണ്ട ആ സമൃദ്ധിയും സന്തോഷവും കുടുംബങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് കീഴടങ്ങിയിരിക്കുന്നത്. ഞാനത് വിശദീകരിക്കുകയായിരുന്നെങ്കിൽ കുറെ കൂടെ ആഴത്തിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നു. ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്, സംരക്ഷണം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേവലം ഭർത്താവ്
പറയുന്നതിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒരു പക്ഷെങ്കിൽ ഭർത്താവ് പറയുന്നത് തെറ്റുമായിരിക്കാം, ആ ഭർത്താവ് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്കുമായിരിക്കാം. എന്നാൽ ആ സമയത്ത് പോലും അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനത്തെ ബ്ലൈൻഡ്ലി നിങ്ങൾ അതിന് അനുസരിച്ച് കീഴടങ്ങുകയാണ് എങ്കിൽ ദൈവികമാകുന്ന ഒരു സംരക്ഷണം നിങ്ങളെ മൂടുവാനിട വരും. അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിക്കുവാനിട വരും. Praise the Lord. ഈ ഭാഗം പറഞ്ഞതുകൊണ്ട്, ഇത്രയും സ്ത്രീകളോട് പറഞ്ഞതുകൊണ്ട് പുരുഷന്മാരോടും ചില കാര്യങ്ങൾ പറയേണ്ടത് ആവശ്യമാണ്. 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കുവാൻ വിവേകത്തോട്. ഭർത്താക്കന്മാർ എന്താണ് ചെയ്യേണ്ടത്? വിവേകവും ജ്ഞാനവും ഉപയോഗിക്കണം. ഭവനത്തിന്റെ ഉള്ളിൽ കലഹം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, ഭിന്നത ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വിസ്ഡമാണ് ഉപയോഗിക്കേണ്ടത്. ആ വിസ്ഡം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്ത് വരില്ല? പ്രാർത്ഥനയ്ക്ക് മുടക്കം വരത്തില്ല. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഭർത്താക്കന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം? പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, പ്രാർത്ഥന സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന്. എന്നാൽ ദൈവവചനം ശ്രദ്ധിച്ചു പഠിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രയോറിറ്റി നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്, ദൈവവചനത്തിലെ പുരുഷന്മാർക്കാണ് അതിൽ മുൻഗണന. പുരുഷന്മാരാണ് പ്രാർത്ഥിക്കുന്നവരായി തീരേണ്ടത്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നവരാകുന്നുവെങ്കിൽ, ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നവരാകുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തെ ഉലയ്ക്കുവാൻ ഒരു ദുഷ്ടനും നിന്റെ വീടിനകത്ത് പ്രവേശിക്കുകയില്ല. ആമേൻ. ഒരു 95% ഭർത്താക്കന്മാരും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഭാര്യമാരുടെ പ്രാർത്ഥനയുടെ സപ്പോർട്ടോടുകൂടെ. അത് നിർത്തുന്നേ. അങ്ങനെ ഒരിക്കലും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയില്ല. നീ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഭാര്യയും പ്രാർത്ഥിക്കട്ടെ, നീ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണെങ്കിൽ നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ, നിന്റെ തലമുറയുടെ മേൽ പ്രവേശിക്കുവാൻ, സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ദുഷ്ടനെയും അനുവാദം കൊടുക്കുവാൻ നീ ഒരിക്കലും തയ്യാറാകില്ല. അങ്ങനെയുള്ളവനെ കിക്ക് ഓഫ് അടിച്ച് നീ പുറത്താക്കുവാനിട വരും. ആ തരത്തിൽ അധികാരം വെളിപ്പെടുവാനിട വരും. അകത്തെ മനുഷ്യൻ, ഗൂഢമനുഷ്യന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. മീക്നെസ് ഉള്ള, ക്വയറ്റ്നെസ് ഉള്ള, ജെന്റിൽനെസ് ഉള്ള ഗൂഢമനുഷ്യൻ. പുറമേയുള്ള മനുഷ്യനെന്ന് കൊരിന്ത്യ ലേഖനത്തില് ഈ ശരീരത്തെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ 3 പേരുകളായി. ഒന്ന് കൂടാരം എന്ന പേര്, ഭൗമഭവനം എന്ന പേര്, പുറമേയുള്ള മനുഷ്യൻ. ഈ 3 പേരുകളായി. 4ാമത് വേറൊരു പേര് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ശരീരത്തെ ജഡമെന്ന് വിളിച്ചിരിക്കുന്നു. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജഡമെന്ന്, ശരീരത്തെ ജഡമെന്ന് വിളിച്ചിരിക്കുന്നു. ശരീരത്തെ ജഡമെന്ന് വിളിക്കുമ്പോൾ അതിൽ വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, അൺറീജനറേറ്റഡ് ആയിട്ടുള്ള രീതികൾ ശരീരം വെളിപ്പെടുത്തുമ്പോഴാണ് ശരീരം ജഡമായി തീരുന്നത്. വീണ്ടെടുക്കപ്പെടാത്ത രീതി. നാം വീണ്ടെടുക്കപ്പെടുന്നതിന് മുൻപ്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നാം വീണ്ടെടുപ്പ് പ്രാപിക്കുന്നതിന് മുന്നമേ നമുക്ക് ചില രീതികൾ ഉണ്ടായിരുന്നു. ആ രീതികൾക്ക് വേണ്ടി നാം ഈ ശരീരത്തെ ഉപയോഗിച്ചിരുന്നു. ആ രീതികൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ രീതികൾ നാം പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ ഇത് ജഡമായി തീർന്നു. ഇതിനെ പിന്നെ നമുക്ക് കൂടാരമെന്നോ ഭൗമഭവനോ ഒന്നും മാത്രം വിളിക്കാൻ കഴിയുകയില്ല. ഇത് ജഡമായി തീർന്നു. ജഡീകമായത് നമ്മിലൂടെ പുറപ്പെടുകയാണ്. അൺറീജനറേറ്റഡ് ആയിട്ടുള്ള രീതികൾ ശരീരത്തിലൂടെ പുറപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ആ വീണ്ടെടുപ്പ് നടക്കാതിരിക്കുന്നതിനാൽ ഇപ്പോഴും നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ ശരീരത്തിലൂടെ പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ പുറപ്പെടുകയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരം ജഡമായി തീർന്നു. ഈ ശരീരം ജഡം എന്നുള്ള ആ നിലവാരത്തിലേക്ക് അധപ്പതിക്കേണ്ടതല്ല. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നുള്ള നിലയിലേക്ക് ഉയരേണ്ടതാണ്. ആമേൻ. മന്ദിരമാകുന്നു, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ഓരോ അവയവങ്ങളും നീതിയുടെ അവയവങ്ങളായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടേണ്ട അവയവങ്ങളാണ്. എന്നാൽ ഇതിൽ വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ, അൺറീജനറേറ്റഡ് ആയിട്ടുള്ള നേച്ചേഴ്സ് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ശരീരത്തിന്റെ ആ അവസ്ഥ ജഡീകമായി തീരുന്നു. ഇതിനെ നമുക്ക് ജഡമെന്ന് വിളിക്കുവാൻ കഴിയും. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് ജഡീകമാകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരീരത്തെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ശരീരങ്ങളെ അവമാനിക്കുക. എങ്ങനെയാണ് അവമാനിക്കുന്നത്? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ശരീരത്തെ അവമാനിക്കുക. ഈ ശരീരത്തെ എങ്ങനെയാണ് അവമാനിക്കുന്നത്? ദൈവവചനപ്രകാരം അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ നാം ശരീരത്തെ അവമാനിക്കുകയാണ്. ഞാൻ കേരളത്തിൽ കുറേ മാസങ്ങൾക്ക് മുന്നമേ
പത്രത്തിൽ ഒരു ചിത്രം വരുവാൻ, ഫോട്ടോ വരുവാൻ ഇടയായി. ജർമ്മനിയിലെ ഒരു മന്ത്രിയുടെ കല്യാണ ഫോട്ടോയാണ്. അപ്പോൾ ആ ജർമ്മനിയുടെ കല്യാണ ഫോട്ടോയെ കുറിച്ച് അതിന് അടിക്കുറിപ്പുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ചെറുക്കനും ആണാണ്, പെണ്ണും ആണാണ്. താഴെ എഴുതിയിരിക്കുന്നു, വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഹോമോസെക്ഷൽസ് ആണ്. ജർമ്മനിയിലെ ഒരു മന്ത്രി കല്യാണം കഴിച്ചിരിക്കുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പുരുഷനെയാണ്. അത് അവർ ആ പത്രത്തിൽ വളരെ മാന്യരായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്താണ്, ബൈബിൾ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയാണ്? അവരുടെ ശരീരത്തെ ഡിസോണർ ചെയ്യുകയാണ്. ആമേൻ. സാമൂഹിക തിന്മ വർദ്ധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള സാമൂഹിക തിന്മകളെ ലോകവ്യാപകമായിട്ട് ജനം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ടാണല്ലോ ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ള ഫോട്ടോസ് പബ്ലിഷ് ചെയ്യുവാൻ ഇടവരുന്നത്. പക്ഷേ അവർക്കറിയത്തില്ല, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അതിനെ നോക്കുമ്പോൾ ഈ ശരീരത്തെ അവർ അവമാനിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ ആ ശരീരങ്ങൾ നികൃഷ്ടമായി തീർന്നു. ദൈവത്തിന്റെ മുൻപിൽ ആ ശരീരങ്ങൾ ജഡമായി തീർന്നു. ജഡീകമായത് ആ ശരീരത്തിലൂടെ പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഈ കാലയളവിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന പല മേഖലകളിൽ പോർണോഗ്രാഫിയുടെ സമ്മർദ്ദമുണ്ട്. ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നതിനാൽ അത് വചനത്തിന്റെ ശക്തിയായി നമ്മുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുവാൻ ഇടവരും. ഏതെങ്കിലും കാര്യങ്ങൾ ആഴത്തിൽ ജീവിതങ്ങളിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആവർത്തിച്ചു പറഞ്ഞാൽ മതി. ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുമ്പോൾ ആഴത്തിൽ അത് ജീവിതങ്ങളിൽ നടപ്പിലാകുവാൻ ഇടവരും. പോർണോഗ്രാഫിയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഇതിന്റെ മുൻപ് അടിമത്വം വെളിപ്പെടുകയാണ്. നിന്റെ കണ്ണ് അതിനു വേണ്ടി നീ ഉപയോഗിക്കുകയാണെങ്കിൽ നീ നിന്റെ കണ്ണിനെ ഡിസോണർ ചെയ്യുകയാണ്. നീ നിന്റെ കാലുകൾ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ കാലുകളെ നീ ഡിസോണർ ചെയ്യുകയാണ്. നിന്റെ ശരീരത്തെ അവമാനിക്കുകയാണ്. നോ, ഈ ശരീരം അവമാനിക്കപ്പെടുവാൻ വേണ്ടിയുള്ളതല്ല. ഈ ശരീരം മാന്യതകൾക്ക് വേണ്ടിയുള്ളതാണ്. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ നിന്റെ അധരം എന്ന് പറയുന്നത് അവമാനത്തിന് വേണ്ടിയുള്ളതല്ല, മാന്യതകൾക്ക് വേണ്ടിയുള്ളതാണ്. അധരം തുറന്ന് നീ അനേകരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ, വീണ്ടും 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 കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നീ നിന്റെ അധരത്തെ തന്നെ അവമാനിക്കുകയാണ്. നീ നിന്റെ അധരം ഉപയോഗിച്ചുകൊണ്ട് നിഷേധാർത്ഥകമാകുന്ന പ്രസ്താവനകളും പരാതികളും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നീ നിന്റെ അധരത്തെ അവമാനിക്കുകയാണ്. മറിച്ച് നീ അധരം ഉപയോഗിച്ച് നീ ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ നിന്റെ അധരത്തെ നീ മാനിക്കുകയാണ്, ഓണർ ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാനിതാ ഈ വേദിയിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എന്റെ ശരീരത്തെ ഓണർ ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്നു, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കാതുകൾ ഉപയോഗിച്ച് നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ഓണർ ചെയ്യുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഒരു വിശേഷമാകുന്ന അനുഗ്രഹം ഈ രാത്രികാലം കർത്താവ് ഇടുവാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം തലമുറകളില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ ബാരൻനെസിന്റെ ബന്ധനം പൊട്ടുന്ന രാത്രിയായി തീരുന്നു. യെസ്, ആമേൻ, ഹല്ലേലൂയ. വിശ്വാസമുള്ളവർ അധരം തുറന്ന് ചില നിമിഷങ്ങൾ